എനിക്കൊരു ചെറിയൊരു അതാണ് വീഡിയോ ഓൺ ചെയ്യാത്ത കേട്ടോ. ഓഡിയബിൾ അല്ലെങ്കിൽ ഒന്ന് പറയണേ. ഓക്കെ. അപ്പൊ എല്ലാവരും മാക്സിമം ഒന്ന് മുന്നോട്ട് വരാവോ? ഓക്കെ. അപ്പോൾ നമുക്ക് ഇന്നത്തെ സെഷനിലേക്ക് കടക്കാം. അപ്പൊ എല്ലാവരും ഇന്നത്തെ പോസ്റ്ററും കാര്യം കണ്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇനിവേ ഇന്നത്തെ സെഷൻ എടുക്കും നമുക്ക് JCI ഇന്ത്യ സോൺ ട്രെയിനർ ആയിട്ടുള്ള നമ്മുടെ അസീസ് വെട്ടത്തൂർ സാറാണ്. അപ്പോൾ സാറിന്റെ ഇന്നത്തെ ടോപ്പിക് എന്നുള്ളത് എന്ത് പറയും എന്നുള്ളതാണ്. ഓക്കെ. അപ്പോൾ ഈ ഒരു ടോപ്പിക്കിനെ കുറിച്ച് അസീസ് സാർ എന്താ പറയാൻ പോകുന്നത് നമുക്ക് കേൾക്കാം. അപ്പോൾ ഈ ഒരു സെഷനിലേക്ക് സാറിനെ ഇൻവൈറ്റ് ചെയ്യാണ്. അസീസ്, പ്ലീസ് വെൽക്കം സർ. താങ്ക് യു. അക്കൗണ്ട് ഷെയറിംഗ് ഒന്ന് ഓണാക്കും. ഓക്കെ സർ. ഷെയറിംഗ് ഒന്ന് എനേബിൾ ചെയ്യും. ഒരു അക്കൗണ്ട് ഹിദായ സർ കേൾക്കാൻ പറ്റുന്നുണ്ടോ? അസീസ് സാർ ഒന്ന് ഹോസ്റ്റ് ചെയ്യാവോ? ഹിദായ സർ കേൾക്കാവോ? ഓഡിബിൾ സർ ഓഡിയബിൾ ആണ്, ബട്ട് നന്നായിട്ട് എക്കോ അടിക്കുന്നുണ്ട് സർ. ഓക്കെ ആണോ? ഹലോ, ഓക്കെ ആണ് കേട്ടോ. പിന്നെ സ്ക്രീൻ ഷെയറിംഗ് മോഡ് ഒന്ന് ഓണാക്കൂ. എന്നെ ഹോസ്റ്റ് ചെയ്യാം. അസീസ് സർ ഒരു മിനിറ്റ് കേട്ടോ. നമ്മുടെ ഹോസ്റ്റ് സാറൊന്ന് കോണ്ടാക്ട് ചെയ്യട്ടെ. ഷെയർ ചെയ്യാൻ പറ്റണില്ല. സ്ക്രീനില്ലാതെ ചെയ്യണോ? സർ സ്റ്റാർട്ട് ചെയ്യാൻ ഓക്കെയാണ്. എനിക്ക് ഹോസ്റ്റ് ആയിട്ട് നമ്മുടെ വേറെ സാറാണ്. സാറിനെ കണക്ട് ചെയ്യാൻ പറ്റുന്നില്ല. ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ കേട്ടോ.
ഞങ്ങൾക്ക് സ്ക്രീൻ കാണാൻ കഴിയില്ല. ഞങ്ങളുടെ സ്ലൈഡുകൾ കാണാൻ കഴിയില്ല. റെഡി ആയിട്ടുണ്ട്. ഓക്കെ ഓക്കെ. ഓക്കെ ആയില്ലേ? സ്ക്രീൻ കാണാൻ പറ്റുന്നുണ്ടോ നിങ്ങൾക്ക്? സ്ലൈഡ് കാണാൻ പറ്റുന്നുണ്ടോ? കാണാം ആ, കാണാം. സർ, ഓക്കെ കാണാൻ പറ്റും. ഓക്കെ, താങ്ക് യു. ഒരുപാട് എനിക്ക് പരിചയമില്ലാത്ത ആളുകളായിരിക്കാം ഇതിലുണ്ടാവുക. ഈ ഒരു മോർണിംഗിൽ നിങ്ങൾ വളരെ നിങ്ങളുടെ ഒരു മെഡിറ്റേഷനൊക്കെ കഴിഞ്ഞ് വളരെ ഫ്രഷ് ആയിരിക്കുന്ന ഒരു മൈൻഡിലേക്ക് ചില നമ്മുടെ ജീവിതത്തിൻ്റെ സിറ്റുവേഷനിൽ കടന്നു പോകുന്ന ചില കാര്യങ്ങൾ സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ ഈ ട്രെയിനിങ് അവസാനിപ്പിക്കാം. നമ്മളെപ്പോഴും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചിന്തിക്കുന്ന അല്ലെങ്കിൽ നമ്മളെപ്പോഴും അഭിമുഖീകരിക്കേണ്ട ഒരു കാര്യമാണ് എന്ത് പറയുമെന്ന്. പല ആളുകളും നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ അവരൊന്നും ചിലപ്പോൾ നമുക്ക് ഒഴിവാക്കാൻ പറ്റാത്ത ചില വ്യക്തികളാവും. അവരോടൊക്കെ എന്ത് പറയും എന്നുള്ളത് ചിലപ്പോഴും ആ ആളാണ് ചോദിക്കുന്നത്. അവനോടിപ്പോൾ ഞാൻ എന്താ പറയുക, അവനെ വിഷമിപ്പിക്കാതെ നമ്മൾ എന്താ സംസാരിക്കുക എന്ന് പലപ്പോഴും നമ്മളെ വിഷമിപ്പിക്കുന്ന, നമ്മുടെ ജീവിതത്തിൽ നമുക്ക് വളരെയധികം ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു കാര്യമാണ് എന്ത് പറയുമെന്ന്. അതുകൊണ്ട് തന്നെ ഇപ്പൊ നിങ്ങൾ ഈ ഒരു വിഷയം എന്നോട് പെട്ടെന്ന് ചോദിക്കുമ്പോഴും ഞാൻ വിചാരിക്കും എന്താ അവരോട് പറയുക. എത്രയോ ട്രെയിനിങ്ങുകൾ ഇപ്പൊ ഞാൻ നോക്കുമ്പോൾ ആയിരക്കണക്കിന് ട്രെയിനിങ്ങുകൾ ഇത് കിട്ടിയ വ്യക്തികളാണ് നിങ്ങൾ. നിങ്ങളോട് ഞാൻ എന്താ പറയുക എന്നുള്ളത് എന്നെ സംബന്ധിച്ചിടത്തോളം ബുദ്ധിമുട്ടാണ്. അപ്പൊ എന്ത് പറയുന്നുള്ളത് ഞാൻ പല പ്രാവശ്യം ചിന്തിക്കേണ്ടി വരും. കാരണം ഒരു പുതിയ ആളുകൾ, ഒരു ഫ്രഷായ ആളുകൾ കിട്ടുകയാകുമ്പോൾ നമുക്ക് അവരോട് പറയാൻ നമുക്കൊരു പുതിയ വിഷയം എടുത്ത്, അല്ലെങ്കിൽ നമുക്ക് സാധാരണ നോർമലി നമ്മൾ ട്രെയിനിങ്ങിൽ ഉൾപ്പെടുത്താവുന്ന ഒരു വിഷയം എടുത്ത് സംസാരിച്ചാൽ മതി. പക്ഷെ അതല്ലാത്ത ആളുകളോട് നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് സംസാരിക്കാൻ. അപ്പോൾ ഇന്ന് നമുക്ക് എന്ത് പറയും എന്നുള്ളത് നോക്കാം. അപ്പോൾ നമ്മളൊരു കാര്യങ്ങൾ പൊതി എന്നാണ് എഴുതിയിരിക്കുന്നത്. പല കാര്യങ്ങളും നമ്മൾ പൊതിഞ്ഞ് സംസാരിക്കാൻ പഠിക്കണമെന്നാണ്. ഒരു കാര്യങ്ങൾ ഡയറക്റ്റ് ഒരാളോട് പറയുന്നതിന് പകരം ഒരു കാര്യങ്ങൾ വിഷമമില്ലാതെ, മറ്റുള്ളവർക്ക് പ്രയാസമില്ലാതെ, മറ്റുള്ളവരുടെ മനസ്സിനെ നോവിക്കാതെ പറയാൻ സാധിക്കല് നമുക്ക് കൂടുതൽ സൗഹൃദങ്ങൾ ഉണ്ടാക്കാനും കൂടുതൽ ആളുകൾ നമ്മളെ ഇഷ്ടപ്പെടാനും കാരണമാവും. അതിന് പലപ്പോഴും ഒരു ഉദാഹരണം ഒരു സിനിമയിൽ നിന്ന് തന്നെ കിട്ടിയൊരു ഒരു കഥ ഞാൻ ഇവിടെ നിന്ന് സൂചിപ്പിക്കാം. പണ്ട് അവിടെ ഒരു രാജാവ് ഉണ്ടായിരുന്നു. രാജ്യത്തിന്റെ രാജാവാണ്. അദ്ദേഹമാണെങ്കിൽ അത് ജ്യോതിഷത്തിലൊക്കെ വളരെയധികം വിശ്വാസമുള്ള ഒരാളാണ്. ആ ആള് അദ്ദേഹം ഒരിക്കലും അദ്ദേഹത്തിന്റെ ജ്യോതിഷിയെ വിളിച്ചിട്ട് അദ്ദേഹത്തിന്റെ ഭാവി ഒന്ന് പ്രവചിക്കാൻ ആവശ്യപ്പെടുന്നു. ജ്യോതിഷി നോക്കുമ്പോൾ കാണുന്നത് അയാൾ ഉടനെ മരിക്കും എന്നുള്ളതാണ്. അതായത് വലിയ ആയുസ് ഇയാൾക്കില്ല എന്നാണ് ജ്യോതിഷി ഈ കബഡിയൊക്കെ നേരത്തെ അയാൾക്ക് മനസ്സിലായത്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, രാജാവെ അങ്ങ് ഉടനെ തന്നെ മരിക്കും എന്നാണ് അയാൾ നേരെ രാജാവിനോട് പറഞ്ഞത്. രാജാവിന് ഇത് കേട്ടപ്പോൾ വളരെയധികം ദേഷ്യം വന്നു. ഇയാൾ ഉടനെ തന്നെ ഭടന്മാരെ വിളിച്ച് ഇയാളെ പിടിച്ച് തല വെട്ടിക്കളയാൻ, അല്ലെങ്കിൽ ഇയാളെ ശിക്ഷിക്കാൻ വേണ്ടി ഓർഡർ കൊടുക്കുന്നു. അങ്ങനെ ഇയാളെ കൊണ്ടുപോകും. ഇത്രയും ആരോഗ്യത്തോടെ നിൽക്കുന്ന, എനിക്കാണെങ്കിൽ മാസങ്ങളായിട്ടല്ലേ ഒരു അസുഖവുമില്ല, അങ്ങനത്തെ ആൾ ഞാൻ ഉടനെ മരിക്കും എന്ന് പറഞ്ഞ് ഇയാൾ വിഡ്ഢിയാണ് എന്ന് വിളിച്ച് അയാൾ അടുത്ത ജ്യോതിഷിയെ വിളിക്കുന്നു. അടുത്ത ജ്യോതിഷി വന്നിട്ട് അദ്ദേഹത്തിന്റെ കബഡിയൊക്കെ നിരത്തി നോക്കുന്നു. സത്യം അയാളും കാണുന്നത് അത് തന്നെയാണ്, ഇയാള് മരിക്കും എന്ന് തന്നെയാണ്. പക്ഷെ അയാൾ ഒരു ട്വിസ്റ്റ് നടത്തി. അയാൾ പറഞ്ഞു, മഹാരാജാവെ അദ്ദേഹം ആ വാക്കിലൊരു ട്വിസ്റ്റ് നടത്തി. മഹാരാജാവെ, അങ്ങ് മഹാഭാഗ്യവാനാണല്ലോ. നമ്മുടെ കൊട്ടാരത്തിൽ ഞാൻ അങ്ങയുടെ ഭാവിയിൽ കാണുന്നത് നമ്മുടെ രാജകുമാരന്റെ കിരീടധാരണമാണ് ഞാൻ കാണുന്നത് എന്ന് വളരെ ഭംഗിയായി രാജാവിന് വളരെ സന്തോഷമായി. തൻ്റെ മകൻ ഉടനെ തന്നെ ആ ഭാവിയിൽ രാജാവാകും എന്നാണ് അയാൾ ഉദ്ദേശിച്ചത്. ഉടനെ ഇയാൾക്ക് വളരെ സ്വർണങ്ങളും പാരിതോഷികങ്ങളും ഒക്കെ നൽകി അദ്ദേഹത്തെ വളരെ സന്തോഷത്തോടുകൂടി പറഞ്ഞയക്കുകയും ചെയ്തു. ഇയാൾ പറഞ്ഞ കാര്യങ്ങൾ രണ്ടും ഒന്ന് തന്നെയാണ്. ഒരാൾ ഡയറക്റ്റ് നിങ്ങൾ മരിക്കുമെന്ന് പറഞ്ഞു, മറ്റേയാൾ താങ്കളുടെ മകൻ കിരീടധാരണം ഉണ്ടാവുമെന്നാണ് പറഞ്ഞത്. അതായത് രാജാവ് മരിക്കാതെ ഒരിക്കലും മകൻ എന്ത് ചെയ്യില്ല, കിരീടധാരണം ഉണ്ടാവില്ല. പക്ഷെ പറഞ്ഞ രീതി രണ്ടും അദ്ദേഹം മാറ്റിയാണ് പറഞ്ഞത്. അതാണ് രണ്ടുപേരും പറയുന്ന കാര്യം, മറ്റേയാൾ ആ കാര്യം ഒന്ന് പൊതിഞ്ഞു പറയുകയാണ് ചെയ്തത്.
അപ്പൊ നമ്മൾ പലപ്പോഴും പല ആളുകളോടും പറയുമ്പോൾ വളരെ ശ്രദ്ധാപൂർവം പറയണം. അയാൾക്ക് വിഷമമില്ലാത്ത രീതിയിൽ ആ ഒരു പറയണം. പക്ഷെ നമ്മൾ ആ ഉള്ള കാര്യമാണല്ലോ ഞാൻ പറഞ്ഞത്. അതിനിപ്പോ അവന് ഇത്ര വിഷമിക്കാൻ എന്തിരിക്കുന്നു എന്ന് ചിന്തിക്കരുത്. അയാളെ വിഷമിപ്പിക്കാത്ത രീതിയിൽ സംസാരിക്കാൻ നമ്മൾ പഠിക്കണം. അത് നമ്മുടെ കൂടുതൽ സൗഹൃദങ്ങളും കൂടുതൽ സൗഹൃദ വലയങ്ങളും നമുക്ക് ഉണ്ടാക്കാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ അത്തരം സംസാരങ്ങൾ പലപ്പോഴും നമുക്ക് ഗുണകരമേ ആവുകയുള്ളൂ. ഒരിക്കലും അത് സത്യമാണെങ്കിൽ പോലും അങ്ങനെ പറയും. അത് നമ്മളെ പഴയ കാലത്തൊക്കെ പല ആളുകളും ഒരാൾ മരിക്കണ് ഒരു ഹോസ്പിറ്റലിൽ മരിച്ചാൽ പോലും നമ്മളെ ബന്ധുക്കാരിലൊക്കെ ഇപ്പോഴും ചിലപ്പോൾ അങ്ങനെ ആയിരിക്കും പറയുന്നത്. അതായത് അതൊരു ഉദാഹരണമായിട്ട് നമുക്കൊരു ലൈഫ് എക്സ്പീരിയൻസ് ആയിട്ട് തന്നെ നമുക്ക് തോന്നും. ഇപ്പോൾ ഒരാൾ മരിച്ചിട്ടുണ്ടെങ്കിൽ പോലും ദൂരെയുള്ള ഒരാളെ നമ്മൾ വിളിക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മുടെ മുത്തച്ഛൻ തീരെ സുഖമില്ല, നിന്നെ ചോദിച്ചു, അതുകൊണ്ട് നീ ഇങ്ങോട്ട് വേഗം വരണം എന്നാണ് പറയുക. യഥാർത്ഥത്തിൽ അയാൾ മരിച്ചിട്ടുണ്ടാവും, സുഖം ഇല്ല, നിന്നെ ചോദിച്ചു എന്നാണ് പറയുക. അയാൾ ഇവിടെ വരുമ്പോൾ ആൾക്കൂട്ടമൊക്കെ കാണുമ്പോൾ മാത്രമാണ്. കാരണം അതുവരെ ഇയാൾ ടെൻഷൻ അടിക്കില്ല. സുഖമല്ല, ഏതായാലും അയാൾ ഒരു നോർമൽ വേയിൽ വരികയുള്ളൂ. മറ്റേത് അവിടുന്ന് മുതൽ ഇയാൾ ടെൻഷൻ അടിക്കണം ഇവിടെ എത്തുന്നത് വരെ. അപ്പോൾ അത്തരം കാര്യങ്ങൾ നമ്മൾ പൊതിഞ്ഞു പറയുവാൻ നമ്മൾ ശ്രദ്ധിക്കണം. അത് നമുക്ക് കൂടുതൽ ഗുണകരമാവും എന്ന് തന്നെ പറഞ്ഞു. മറ്റൊന്നാണ് നോ ബ്രോ എന്ന് ഞാൻ പറയും. അതായത് പല ആളുകളും നമ്മളെ പല കാര്യത്തിലും ആവശ്യമില്ലാത്തതിൽ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരിക്കും. എടാ പിന്നെ ഇതുണ്ടല്ലോ, അതിൽ പൈസ ഇട്ടാലുണ്ടല്ലോ, 50,000 ഇട്ടാൽ 5 വർഷം കൊണ്ട് ഇത്ര ലക്ഷീകരം. അതായത് ഇവരൊക്കെ ഈ പലപ്പോഴും ഈ ചെയിൻ മാർക്കറ്റിംഗ് ആളുകളാണ്. ഇവരാണ് ഇമാതിരി തള്ളുതള്ള. അതായത് അത് ഇട്ടാൽ അങ്ങനെയായിരിക്കും. ഈ ഉപദേശിക്കുന്ന ഈ പറയുന്ന ആൾ നമ്മളെ ഏറ്റവും അടുത്ത സുഹൃത്തായിരിക്കും. ഞാൻ പോയിട്ട് അതാണ്ട് അവന് അത്ര കിട്ടി, എനിക്ക് കാറ് കിട്ടി. നമ്മളെ കൊണ്ട് ഈ വേണ്ടാത്ത കാര്യങ്ങളിലേക്ക് നമ്മളെ മണി ചെയിന് ഇത് ഏറ്റവും കൂടുതൽ നമുക്ക് അറിയപ്പെടുന്നത്. എനിക്ക് കിട്ടിയിരിക്കണത് ഏതാ അറിയാം? ഉപദേശം മദ്യപിക്കാനാണ്. അപ്പൊ ഇവര് അടിക്കും. ചില സുഹൃത്തുക്കൾ നമുക്ക് അങ്ങനത്തെ ആളുകൾ ഉണ്ടാവില്ല. പക്ഷെ എനിക്ക് ഏറ്റവും പേടിയുള്ള കാര്യവും വെറുപ്പുള്ള കാര്യവും ഇതാണ്. അപ്പൊ അവര് എടാ പിന്നെ ബിയറാണ് കുട്ടി, ഇതിൽ ആൽക്കഹോൾ വളരെ കുറവാണ്, ഇതൊന്നും കുടിച്ചു വെച്ചാൽ ഒന്നും സംഭവിക്കില്ല. നമ്മളങ്ങനെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരിക്കും. അതിന്റെ ഗുണങ്ങളും ഇതിപ്പോ ഗൾഫിലുള്ള ചൂട് കാലത്ത് ഉപയോഗിക്കുന്ന സാധാ നമ്മളവിടെ സോഡ കുടിക്കുന്ന പോലെ കുടിക്കുന്ന സാധനമാണെന്നൊക്കെ പറഞ്ഞ് നമ്മളെ തള്ളിക്കൊണ്ടിരിക്കും. ഈ സമയത്ത് നമ്മൾ നോ ബ്രോ പറയാൻ നമ്മൾ പഠിച്ചേ മതിയാവും. നമുക്ക് വേണ്ടാത്ത കാര്യം, നമുക്കോ നമ്മുടെ കുട്ടികൾക്കോ നമ്മുടെ കുടുംബത്തിനോ ഗുണകരമല്ലാത്തൊരു കാര്യത്തിൽ ഒരു നോ ബ്രോ പറയുക മാത്രമാണ് നമ്മളെ വഴി. അത് നോ ബ്രോ പറയാൻ നമ്മൾ പഠിക്കണം. ഇല്ലെങ്കിൽ നമ്മൾ പല സിറ്റുവേഷനിലും പെട്ടുപോകും. ഒരു ബിയറിൽ തുടങ്ങി നമ്മൾ എവിടെയാണ് എത്തുക എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ അത്തരം കാര്യങ്ങളിൽ ഒരു നോ ബ്രോ എപ്പോഴും നിങ്ങൾ മനസ്സിൽ വെച്ചോളൂ. നമുക്ക് അവരോട് സൗഹൃദപൂർവ്വം പറയാം, നോ, നിങ്ങൾ അടിച്ചോളൂ, നിങ്ങൾ കടിക്കുന്നതിന് കുഴപ്പമില്ല, പക്ഷെ എനിക്കത് ഇഷ്ടമല്ല, ഞാൻ ഒരിക്കലും അത് കഴിക്കില്ല എന്ന് വളരെ കട്ട് ആൻഡ് ഔട്ട്. അതിനിപ്പോ അവൻ പറഞ്ഞതല്ലേ, എന്നാ ഒരു സിപ്പ് ഞാൻ എടുക്കാം എന്നൊക്കെ തോന്നിയാൽ, അല്ലെങ്കിൽ ഒരു ഗ്ലാസ് ഞാൻ കുടിക്കാന്നൊക്കെ പറഞ്ഞാൽ, ഒരു കുപ്പിയുടെ ലേശം ഞാൻ കുടിക്കാന്നൊക്കെ പറഞ്ഞാൽ, അടുത്തത് കുപ്പി അര ഫുള്ളാവും, ഫുള്ള് 2 അങ്ങനെ പോയി അവസാനം ഇയാൾ എവിടെ എത്തുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അതേപോലെ തന്നെയാണ് പൈസ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. നിങ്ങളുടെ വീട്ടുകാർ നിങ്ങളുടെ കുട്ടികൾ കഴിക്കേണ്ട പൈസ വേറെ ഏതെങ്കിലും അനാവശ്യമായ ഒരാളുടെ ഉപദേശം കേട്ട് മണി ചെയിന്, അതേപോലെ പൈസ ഇരട്ടിപ്പിക്കൽ, അതേപോലെ കൂടുതൽ കിട്ടുമെന്ന് പറഞ്ഞിട്ട് ഈ പൈസ നമുക്കറിയാം. ഈ പൈസയൊക്കെ ഇവർ കളക്ട് ചെയ്ത് ആദ്യം കുറച്ചൊക്കെ തരുന്ന് കാണിക്കും. അതെങ്ങനെയാണ് തരുന്നത്? ഈ ഇട്ടതിൽ നിന്ന് തന്നെ. ഇപ്പൊ നിങ്ങൾ 1 ലക്ഷം കൊടുക്കുന്നു, അല്ലെ അടുത്ത മാസം 10,000 തരുന്നു, അടുത്ത മാസം 10,000 തരുന്നു, പിന്നെ ഇവരെ കാണില്ല. അപ്പൊ ആദ്യം ആളുകൾക്ക് വിശ്വാസം ഉണ്ടാക്കാൻ വേണ്ടി ഇതെന്താണ് ഇതിന്റെ സെക്യൂരിറ്റി എത്രമാത്രം ഉണ്ട് എന്ന് പരിശോധിക്കാതെ അനാവശ്യമായി ഇത്തരം കാര്യങ്ങളിൽ നമ്മൾ അടുത്ത സുഹൃത്താണ് നമ്മളെ ഉപദേശിക്കുന്നത് പോലും, അയാൾ നമ്മളെ അങ്ങനെയൊന്നും ചതിച്ചിട്ടില്ല എന്ന് നമുക്ക് ബോധ്യമുണ്ടെങ്കിൽ പോലും അയാൾ പെട്ടുപോകുന്നുണ്ടാവും. അതുകൊണ്ട് ഒരു നോ ബ്രോ എപ്പോഴും കയ്യിൽ റെഡിയാക്കി വെക്കണം. എനിക്ക് വേണ്ട, ഞാനില്ല എന്ന് പറയാൻ പഠിച്ചേ മതിയാവും. അടുത്തതാണ് അപ്പൊ അയാൾക്ക് നമ്മളോട് ദേഷ്യം ഉണ്ടെങ്കിലും അത് പിന്നീട് അതിന്റെ ഒരു സിറ്റുവേഷനിലേക്ക് അയാൾ എത്തുമ്പോൾ അയാൾക്ക് മനസ്സിലാവും ആയി എന്നുള്ളത്. അത് വിഷമിക്കേണ്ട കാര്യമല്ല. അടുത്തതാണ് ഇന്നത്. ചില സമയത്ത് ചില ആളുകൾ ഈ സ്ഥലം നോക്കില്ല, മുഖം നോക്കില്ല, ന്യായം നോക്കില്ല, എങ്ങനെ അത് പറയും. ഇത് പഴയ ആളുകൾ ഒരു ചൊല്ലുണ്ടായിരുന്നു, അതിൽ നിന്ന് എടുത്താണ് ഞാൻ ഈ വാക്ക്. ഇന്നതിന് ഇന്നത്, ഇന്നപ്പോൾ ഇന്നത്, ഇന്നവരോട് ഇന്നത് എന്ന് കുറെ ഇന്നതുകളുണ്ട്. നീ വേണമെങ്കിൽ നിങ്ങൾക്ക് കുറെ ആഡ് ചെയ്ത് ഇന്നത് ചേർക്കാം. ഏതായാലും ഞാൻ ഈ 2-3 ഇന്നത് പറയുന്നു. അതായത്
ഒരു കാര്യത്തിന് ചില ആളുകൾ ഞാനൊരു ഉദാഹരണം പറഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്ന് അത് മനസ്സിലാവും തോന്നുന്നു. ഞാൻ മുമ്പ് വർക്ക് ചെയ്ത സ്കൂൾ, ഞാനൊരു LP സ്കൂളിലാണ് വർക്ക് ചെയ്തത്. ലോവർ പ്രൈമറി സ്കൂളിലാണ്. അതിന്റെ അഡീഷണൽ ആയിട്ട് അവിടുത്തെ ആ പഞ്ചായത്തിലുള്ള എല്ലാ പ്രീ പ്രൈമറി കുട്ടികളുടെ, അതായത് 3.5 മുതൽ 5 വയസ്സിന്റെ താഴെയുള്ള കുട്ടികളുടെ കലോത്സവം മത്സരം നടക്കുകയാണ്. മത്സരം നടക്കുമ്പോൾ അത് ആ പഞ്ചായത്തിലെ ഒരു വലിയ സ്കൂളിൽ വെച്ചിട്ട് നടക്കുകയാണ്. അപ്പോൾ ഞങ്ങളെ സ്കൂളിലത്തെ കുട്ടികളുള്ളതുകൊണ്ട് ഞാനും അവിടേക്ക് പോയിട്ടുണ്ട്. അത്യാവശ്യം ചില രക്ഷിതാക്കളുണ്ട്, കുറെ ആളുകളുണ്ട്, അധ്യാപകരുണ്ട്. അപ്പോൾ അവരൊക്കെ, പഞ്ചായത്ത് പ്രസിഡന്റാണ് ഉദ്ഘാടനം. ഉദ്ഘാടനത്തിന് പഞ്ചായത്ത് പ്രസിഡന്റിനെ കാത്തിരിക്കുന്ന ആളുകളൊക്കെ ഈ കുട്ടികളാണെങ്കിൽ ഈ ഒരു ഹാളിൽ ചുറ്റിട്ട, നമുക്കറിയില്ലേ ചെറിയ കുട്ടികൾ ഒരിക്കലും അവർ ഒതുങ്ങിയിരിക്കില്ല. അവര് ചില കുട്ടികൾ ഈ മേക്കപ്പ് ഒക്കെ ഇട്ട് രാവിലെ തന്നെ വന്നിരിക്കൽ തുടങ്ങിയിട്ടുണ്ട്. കുറെ അങ്ങോട്ട് പോകുന്നു, ഇവരിത് മാന്തി കളയെന്ന് വിചാരിച്ച് ടീച്ചർമാർ കൂടെ നടക്കുന്നു. ആകപ്പാടെ അവിടെ ഒരു തിരക്കാണ്. അതിന്റെ ഇടയിൽ ഇവര് വന്നു. കുറെ കഴിഞ്ഞിട്ട് ഇവര് വന്നു. കാരണം പല ആളുകൾക്കും ഞാൻ കുറച്ച് വൈകി, എന്നെ കാത്തു നിന്നാലുള്ളൂ ഒരു സ്ഥാനം ഉണ്ടാവുള്ളൂ എന്ന് വിചാരിക്കുന്നവരുണ്ട്. ചിലപ്പോൾ സാഹചര്യം കൊണ്ട് അങ്ങനെ ആവുന്നവരുണ്ട്. എല്ലാവരും നമുക്ക് ഒരേ ഗണത്തിൽപ്പെടുത്താനൊന്നും കഴിയില്ല. എന്തായാലും അവർ വന്നു. ഇനി പ്രസിഡന്റിനെ പൊക്കിക്കൊണ്ട് സ്വാഗത പ്രസംഗകനായി നമ്മളെ പ്രസിഡന്റ് അങ്ങനെയാണ്, പഞ്ചായത്തിന് വേണ്ടി ഇത് ചെയ്തു അത് ചെയ്തു എന്ന് പറഞ്ഞ് ഇയാൾ നീണ്ട പ്രസംഗം പ്രസിഡന്റിനെ സൂചിപ്പിക്കും. അത് കഴിഞ്ഞ് അധ്യക്ഷന്റെ വക, അയാളെ വക കുറച്ച് തള്ളല് വേറെ. അത് കഴിഞ്ഞിട്ട് പഞ്ചായത്ത് പ്രസിഡന്റ്, ഞാൻ പറഞ്ഞത് പഞ്ചായത്ത് പ്രസിഡന്റിന്റെ പ്രസംഗമാണ്. അദ്ദേഹം എണീക്കുന്നു. എണീറ്റിട്ട് കുട്ടികളുടെ കലോത്സവത്തിനെ കുറിച്ചൊക്കെ ഒന്നും കാര്യമായിട്ട് പറയാതെ ഇവർ നേരെ പോകുന്നത് വിദ്യാർത്ഥികൾക്കിടയിലെ ലഹരിയുടെ ഉപയോഗത്തെ കുറിച്ച് ഇയാൾ ഇങ്ങനെ 1 മണിക്കൂർ നേരം പ്രസംഗിക്കുകയാണ്. ആരോടാണ് പ്രസംഗിക്കുന്നത്? LKGയിലെയും UKGയിലെയും കുട്ടികളോടാണ്. ഇവർക്ക് എന്ത് ലഹരി, എന്ത് MDMA, എന്ത്, അതാണ് നമ്മൾ ഈ പറയുന്നത്. നമ്മുടെ ആ സ്ഥലം, ഇത് ആരോടാണ് ഞാൻ പറയുന്നത് എന്ന് പറയേണ്ട സാഹചര്യം ഇതാണോ? ആ ഓഡിയൻസ് ഇതാണോ? ഇതിന്റെ സാഹചര്യം ഇതാണോ? ഈ കുട്ടികളുടെ അവസ്ഥ എന്താണ് എന്ന് ചിന്തിക്കാതെ ഏത് ഓഡിയൻസിനോടും എവിടെ നമ്മളൊരു കാര്യം പറയുമ്പോഴും, അത് ഓഡിയൻസ് ആണെന്നല്ല, നമ്മളെ സുഹൃത്താണെങ്കിലും ശരി, നമ്മുടെ കുടുംബങ്ങളിലത്തെ ഒരു അംഗമാണെങ്കിലും ശരി, നമ്മുടെ കുടുംബത്തിലെ തന്നെ പറയുകയാണെങ്കിൽ ശരി, നമ്മൾ അത് പറയേണ്ട സാഹചര്യം അതാണോ? അവരോട് ഇപ്പോഴാണോ അത് പറയേണ്ടത് എന്ന് ചിന്തിച്ചിട്ടേ പറയാവൂ. ഇല്ലെങ്കിൽ അത് ഗുണത്തെക്കാളേറെ നമുക്ക് ദോഷം ചെയ്യും. അതാണ് ഞാൻ ഇന്നതിന് ഇന്നത്, ആ ഒരു കാര്യത്തില് പറയേണ്ട സമയത്ത് പറയേണ്ടതുപോലെ പറയാൻ നമ്മൾ പഠിക്കണം എന്നാണ് ഇന്നത് എന്നതുകൊണ്ട് ഞാൻ ഉദ്ദേശിച്ചത്. മറ്റൊന്നാണ് നോക്കട്ടെ. ഇതെപ്പോഴും നമ്മൾ ഉപയോഗിക്കുന്ന ഒരു വാക്കാണ്. ഒരാൾ നമ്മളോട് പറയുന്നു, നാളെ വീട്ടിലൊരു പരിപാടി ഉണ്ട് കേട്ടോ, അപ്പോ വരണം. നോക്കട്ടെ. ഈ നോക്കട്ടേന്റെ ഒരു കുഴപ്പം എന്താ വെച്ചാൽ, നമ്മൾ പോവാൻ വിചാരിച്ചിട്ടില്ല, എനിക്കറിയാം. നമ്മൾ ഈ നോക്കട്ടെ പറയുന്നുണ്ടെങ്കിൽ ഓനോട് ഇപ്പൊ ഞാൻ വരൂല എന്ന് പറഞ്ഞാൽ അവൻ എന്ത് തോന്നും എന്ന് വിചാരിച്ച് പറയലാണ് ഈ നോക്കട്ടെ. യഥാർത്ഥത്തിൽ ഈ നോക്കട്ടെ കൊണ്ട് അയാൾ എന്താ ചെയ്യാൻ അറിയോ? ഓൻ എന്തായാലും വരും, 99.9% ഇവൻ വരും, അതുകൊണ്ട് നിങ്ങളെയും കൂടി അയാൾ ആ ലിസ്റ്റിൽ ഉൾപ്പെടുത്തി വരുമെന്നു. നിങ്ങൾക്ക് അപ്പൊ തന്നെ അയാളോട് ഞാൻ വരില്ല, എനിക്ക് വേറൊരു പരിപാടി ഉണ്ട് എന്ന് പറഞ്ഞാൽ മതി. പക്ഷേ ഇത്രയും ആളൊന്നുമില്ല, ആ ഫുഡ് വേസ്റ്റ് ആവും. അത് പോട്ടെ, ഒരാളുടെ ഫുഡ് അല്ലേ എന്ന് വിചാരിക്കാം. ഇത് എപ്പോഴാണ് ഏറ്റവും ബുദ്ധിമുട്ടില്ല അറിയോ? നിങ്ങളോട് പൈസ കടം ചോദിക്കുമ്പോഴാണ്. നിങ്ങളെ ഏറ്റവും അടുത്ത സുഹൃത്ത് നിങ്ങളോട്, നിങ്ങളൊരു ഉദ്യോഗസ്ഥനായിരിക്കാം, അല്ലെങ്കിൽ കഴിയില്ല. ഇപ്പൊ ഞാനാണെങ്കിലും ശരി, എന്നോട് അയാൾ ചോദിക്കുന്നത്, അല്ല ഒരു 50,000 രൂപ വളരെ അത്യാവശ്യമാണ് കേട്ടോ എനിക്ക് തരണം, അല്ലെങ്കിൽ നമ്മളോട് കഴിയുന്ന ഒരു എമൗണ്ട്. അയാളെ നോക്കുമ്പോൾ ഞാൻ ഉദ്യോഗസ്ഥനാണ്, ജോലിയുള്ള ആളാണ്, എനിക്കൊരു 50,000 രൂപ സെറ്റ് ചെയ്യുക എന്നുള്ളത് വലിയ പണിയൊന്നും അല്ല എന്ന് അയാൾ വിചാരിക്കുന്നത്. നമുക്കിത് മാസാവസാനം ആകുമ്പോൾ ഉദ്യോഗസ്ഥന്മാർക്കേ അറിയുള്ളൂ, നമ്മുടെ കീശ കീറിയിട്ടുണ്ടാവും എന്നുള്ളത് നമുക്കേ അറിയുള്ളൂ. പക്ഷെ അയാളെ സംബന്ധിച്ചോളം എനിക്ക് സ്ഥിരമായി ജോലിയുള്ള ആളാണ്, എനിക്കൊരു 50,000 രൂപയോ അല്ലെങ്കിൽ അയാൾ ചോദിച്ച എമൗണ്ട് കൊടുക്കുന്നതിന് എനിക്ക് വലിയ തടസ്സങ്ങളൊന്നുമില്ല എന്ന് അയാൾ മനസ്സിലാക്കും. എന്നിട്ട് നമ്മൾ അയാളോട് എന്ത് പറയും? നോക്കട്ടെ. നമുക്കറിയാം നമ്മളെ അടുത്ത് പൈസ ഇല്ല, അല്ലെങ്കിൽ ഉണ്ടെങ്കിൽ തന്നെ നമ്മൾ കൊടുക്കാൻ വിചാരിച്ചിട്ടില്ല, ഇത് കൊടുത്താൽ ഓരോന്ന് കിട്ടാൻ പണിയാണ് എന്നൊക്കെ അറിയുമ്പോൾ നമ്മളെന്ത് പറയും? ഇല്ല എന്ന് പറയുന്നു, വേറെ നോക്കട്ടെ. ഈ നോക്കട്ടേന്റെ കുഴപ്പം എന്താ വെച്ചാൽ, ഇയാൾ വിചാരിക്കുന്നത്, ഞാൻ നേരത്തെ പറഞ്ഞാണ്, ഇത് കിട്ടും, അവന് ഞങ്ങൾ തമ്മിൽ ബന്ധം, ഞാൻ മുമ്പ് അവന് ഒന്നും ഉപദ്രവിച്ചിട്ടില്ല, അവന് തന്നിട്ട് കൊടുക്കാതിരുന്നിട്ടില്ല, അത് കിട്ടും എന്ന് തന്നെയാണ് ഇയാൾ വിചാരിച്ചത്. എന്നിട്ട് അയാൾ പിന്നീട് നമ്മളോട് ഇടക്കിടക്ക് അത് ചോദിക്കാൻ പറ്റില്ല, കാരണം ഓന നോക്കട്ടെ എന്ന് പറഞ്ഞല്ലേ, ഇനിയിപ്പോ എങ്ങനെ ഓനെ ഒന്നും കൂടി വിളിച്ച് ചോദിച്ചു നോക്കുക, റെഡി ആയിക്കണോ എന്ന് ഇങ്ങനെ ചോദിക്കുക, എങ്ങനെ വിചാരിച്ചു ഇയാൾ ചോദിക്കൂല. പിന്നെ ഇയാൾ ചോദിക്കുക എപ്പോഴാണ്? ലാസ്റ്റ് ആ പൈസ എപ്പോഴാണോ ഇയാൾക്ക് ആവശ്യമുള്ളത് അതിന്റെ തൊട്ട് മുമ്പാണ് ഇയാൾ ചോദിക്കുക. അപ്പൊ നമ്മൾ പറഞ്ഞു, ഇല്ലടാ ഞാൻ എൻ്റെ അടുത്തൊന്നും റെഡി ആയിട്ടില്ല കേട്ടോ. അന്ന് ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ അയാൾ വെറുക്കുന്നത് നിങ്ങളെയായിരിക്കും.
നിങ്ങൾ ഏറ്റവും അടുത്ത സുഹൃത്താണ്, പക്ഷെ ഏറ്റവും കൂടുതൽ അയാള് നിങ്ങളെ വെറുക്കും. അയാൾ മനസ്സിൽ ഒരുപക്ഷെ പറയാൻ പറ്റുമെങ്കിൽ അയാൾ പറയും. "എടി ചെങ്ങായി, എന്നാ അനക്ക് നേരത്തെ തന്നെ അങ്ങ് പറഞ്ഞൂടെ, ഇത് ഇല്ലെങ്കിൽ ഇല്ല, അല്ലെങ്കിൽ ഞാൻ എന്നോട് അന്ന് പറഞ്ഞില്ല, അത്യാവശ്യമില്ലാതെ ഞാൻ എന്നോട് ചോദിക്കുവോ? അപ്പൊ അനക്ക് കഴിയില്ലെങ്കിൽ നീ മിനിമം എന്നോടൊന്ന് വിളിച്ച് പറയണ്ടേ, കിട്ടില്ല കിട്ടിയിട്ടില്ല എന്നെങ്കിലും പറയണ്ടേ, എങ്കിലും എനിക്ക് വേറെ വല്ല വഴി നോക്കാമായിരുന്നില്ലേ, വേറെ ആരെങ്കിലും ചോദിച്ച് സംഘടിപ്പിക്കാമായിരുന്നില്ലേ" എന്നൊക്കെ അയാൾ പറയും. അതായത് നിങ്ങളെ കുറ്റപ്പെടുത്തൽ കൊണ്ടൊരു കുറ്റപ്പെടുത്തലായിരിക്കും. അപ്പൊ ഇത്തരം ആളുകൾക്ക് വെറുതെ പ്രതീക്ഷ കൊടുക്കാൻ നിൽക്കരുത്. നമ്മൾ കൊടുക്കാൻ കഴിയുമെങ്കിൽ, ഇനി നിങ്ങൾ വേണമെങ്കിൽ ഇല്ല എന്ന് പറഞ്ഞോളൂ, എൻ്റെ അടുത്ത് ഇല്ല എന്ന് പറഞ്ഞോളൂ. എന്നിട്ട് നിങ്ങൾക്ക് കൊടുക്കാൻ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കയ്യിൽ കാശുണ്ടെങ്കിൽ, റെഡി ആയെങ്കിൽ നിങ്ങൾ അയാളെ വിളിച്ചോളൂ. അല്ല, നീ അന്ന് എന്നോട് പൈസ ചോദിച്ചു, അപ്പൊ എൻ്റെ അടുത്ത് കിട്ടാണ്ടായിരുന്നില്ല, ഇപ്പൊ എൻ്റെ അടുത്ത് റെഡി ആണ്, നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ വന്ന് കൊണ്ടുപോയിക്കോ നിങ്ങൾ പറഞ്ഞോളൂ, അതിന് കുഴപ്പമില്ല. പക്ഷേ വെറുതെ അയാൾക്കൊരു പ്രതീക്ഷ കൊടുക്കരുത്. കാരണം ആ പ്രതീക്ഷ കൊണ്ട് അയാൾ അത് കാത്തു നിൽക്കുക തന്നെ ചെയ്യും. അതുകൊണ്ട് ദയവ് വിചാരിച്ച് അത്തരം കാര്യങ്ങൾ ചെയ്യരുത് എന്ന് തന്നെ പറയുന്നു. ഇത് നിങ്ങളെ ജീവിത സിറ്റുവേഷനിൽ കടന്നു പോയതായിരിക്കാം. അതുകൊണ്ട് തന്നെ ഇതെന്നല്ല, പൈസയുടെ കാര്യത്തിലാണെങ്കിലും, ഒരാൾ ഒരു ക്ഷണം സ്വീകരിക്കുന്ന കാര്യത്തിലും, മറ്റെന്ത്, ഒരാൾ നമ്മളോട് ഒരു സഹായം, വേറെ എന്തെങ്കിലും ഒരു ഇതൊന്ന് ചെയ്തു തരുമോ എന്ന് ചോദിക്കുമ്പോൾ നോക്കട്ടെ പറയരുത്. ഒന്നുകിൽ യെസ് പറയുക, അത് ചെയ്തു കൊടുക്കുക. അല്ലെങ്കിൽ നോ പറയുക, ചെയ്തു കൊടുക്കൂല എന്ന്, അല്ലെങ്കിൽ നമ്മളെ കൊണ്ട് സാധിക്കില്ല എന്ന് തുറക്കുക. അപ്പൊ അയാൾക്ക് നമ്മളോടൊരു വിഷമം തോന്നും. അവനോട് ഞാൻ ഇത്ര കാലമായിട്ട് ചോദിച്ചിട്ട് അവന് പിന്നെ ഇല്ലാന്നാണല്ലോ പറഞ്ഞത്. അവരിന്ന് ഒരിക്കലും ഞാനത് പ്രതീക്ഷിച്ചില്ല. പക്ഷെ കുറച്ച് കഴിയുമ്പോൾ അയാൾക്കത് മനസ്സിലാവും. പിന്നെ ഇല്ലായിട്ട് തന്നെയാണ് അയാൾ. വേറൊരു സാഹചര്യത്തിൽ ഒരുപക്ഷെ നിങ്ങൾ അയാളെ സഹായിച്ചിട്ടുണ്ടാവും. അതുകൊണ്ട് തന്നെ അത് പിന്നീട് ഇല്ലാതെയായി പോയിക്കോളും. പക്ഷേ ഉം, ഇത്തരം കാര്യങ്ങൾ ഒരിക്കലും ചെയ്യരുത്. മറ്റൊന്നാണ് ഏറ്റു എന്നുള്ള വാക്ക്. ഇത് എല്ലാവരും ചെയ്യുന്ന ഒരു വാക്കാണ് ഈ ഏൽക്കൽ. ചിലര് എന്തും കയറി ഏൽക്കും. അത് നിങ്ങൾക്ക് സംഘടനയിലൊക്കെ പ്രവർത്തിക്കുന്നത് നിങ്ങൾക്ക് വേഗത മനസ്സിലാവും. അതായത് ഒരു മീറ്റിംഗ് കൂടുക, നമ്മളെ ജനറൽ ബോഡി കൂടുകയാണ്. എന്തെങ്കിലും ഒരു ആവശ്യം, അല്ലെങ്കിൽ നിങ്ങളെ സംഘടന ഒരു പിന്നെ എന്തെങ്കിലും ഒരു മീറ്റിങ്ങോ, അല്ലെങ്കിൽ ഒരു പൊതുവായിട്ടുള്ള ഒരു കാര്യം, എന്തെങ്കിലും ഒരു കാര്യത്തിലേക്ക്, പൊതു കാര്യങ്ങളിലേക്ക് നിങ്ങൾ ഇറങ്ങുകയാണ്. അല്ലെങ്കിൽ ഒരു സ്കൂളിലാണെങ്കിൽ ഒരു സ്കൂളിന്റെ വാർഷികമോ, അല്ലെങ്കിൽ അവിടുത്തെ ഒരു മീറ്റിങ്ങിനെ പറ്റി ഏത് സിറ്റുവേഷനിൽ ഇത് നമുക്ക് മനസ്സിലാവും. ചില ആളുകൾ നമ്മളെന്നാ എന്താ ചെയ്യുക എന്നൊക്കെ ചോദിച്ച് നമ്മൾ ഒരു മീറ്റിംഗ് ഒക്കെ വിളിച്ചാൽ ചില ആളുകൾ എന്ത് പറഞ്ഞാലും അത് ഞാൻ ഏറ്റു, ഒക്കെ ഏൽക്കൽ മാത്രമേ ഉണ്ടാവുള്ളൂ. പിന്നെ അവരെ മഷി ഇട്ട് നോക്കിയാൽ ആ പരിപാടിക്ക് നമ്മൾ കാണൂല. ഈ പിന്നെ ആ ഏറ്റ പ്രസിഡന്റും സെക്രട്ടറിയും കടന്നുകാണ്ട് ചക്രശ്വാസം വലിക്കുന്ന ഒരു അവസ്ഥ വരും. ചിലകൾ വെറുതെ കയറി ഏൽക്കാൻ പോകരുത്. അതിനൊരു ഉദാഹരണം എനിക്ക് പറയണത്, എൻ്റെ ഫ്രണ്ട് ശ്രീധരന്റെ ഒരിക്കൽ പറഞ്ഞൊരു കഥയാണ് എനിക്ക് ഇതിൽ ഓർമ്മ വരുന്നത്. അപ്പൊ ഞങ്ങളവിടെ ഒരു അമ്പലം, പുതുതായിട്ടൊരു അമ്പലമൊക്കെ കണ്ടൊരു അമ്പലം ഉണ്ടായിരുന്നു. ആ അമ്പലത്തിന്റെ ചില ആളുകളൊക്കെ കൂടി ഇപ്പൊ അങ്ങനെയാണല്ലോ, അമ്പലങ്ങളൊക്കെ പുനഃസ്ഥാപിക്കുന്നത്. അപ്പൊ അതിന്റെ പുനഃപ്രതിഷ്ഠ നടക്കുകയാണ്. പുനഃപ്രതിഷ്ഠ നടക്കുമ്പോൾ പിന്നെ അവിടെ ഒരു ഷെഡൊക്കെ കെട്ടി ആളുകൾ മീറ്റിംഗ് കൂടി, അങ്ങനെ അതിന് ആവശ്യമുള്ള അതിന്റെ ഒരു ഇതിനു വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടക്കുന്നു. അപ്പൊ ആളുകൾ പിന്നെ കുറെ ആളുകൾ വന്നിട്ടുണ്ട്. നമ്മുടെ കഥാപാത്രം രാമനാണ്, എന്നോട് പറഞ്ഞ ആള് ശ്രീധരനാണ്. അപ്പോ നമുക്ക് കുറെ സാധനങ്ങൾ വേണം. അരിയുടെ കാര്യം പറഞ്ഞു. അപ്പൊ അരി നമ്മുടെ രാമൻ വന്നു. രാമൻ എന്ത് ചെയ്തു, ലേശം ഇട്ടിട്ടുണ്ട്, ലേശം ഉള്ളിലുണ്ട് ആള്. അതുകൊണ്ട് അയാൾ കൈവക്കി. അയാൾക്ക് എണീറ്റിക്കാൻ തന്നെ വയ്യ, എന്നാലും കൈവക്കി. അപ്പോ ഈ പ്രസിഡന്റിന് മനസ്സിലായി ഇത് കിട്ടാൻ സാധ്യതയില്ല എന്നുള്ളതുകൊണ്ട് അയാൾ അടുത്ത ആളെ പിന്നെ നേരക്ക് തിരിഞ്ഞ് അത് വേറെ ആളെ പേര് എഴുതി വെച്ചു. അങ്ങനെ അരിയുണ്ടും പഴം കാര്യം, ശർക്കര വന്ന്, ഇങ്ങനെ ഓരോ കാര്യം വരുമ്പോഴും ഇയാൾ കൈവക്കും. എന്തിനും ഇയാൾ റെഡിയാ, ഏൽക്കാൻ റെഡിയാ. അപ്പോ പിന്നെ ഇയാൾക്കിതറിയാം. ഇനി ഇയാളെ ഒന്നിലും ഉൾപ്പെടുത്തിയില്ലെങ്കിലോ ഇതൊക്കെ കലക്കാനും ഇയാൾ മതിയാവും ചിലപ്പോ. അങ്ങനെ ഉണ്ടല്ലോ ചില മീറ്റിങ്ങിൽ ചില ആളുകളെ നമ്മൾ പരിഗണിച്ചില്ലെങ്കിൽ ആ പരിപാടി മൊത്തത്തിൽ അലമ്പാക്കാൻ ഇവരെ കൊണ്ട് പറ്റും. അപ്പൊ അതുകൊണ്ട് ഇയാൾക്ക് എന്തെങ്കിലും ഒന്ന് കൊടുക്കണമെന്ന് വിചാരിച്ചിട്ട് അവസാനം പിന്നെ പ്രസിഡന്റ് പറഞ്ഞു, ഇനി നമുക്ക് വേണ്ടത് തെച്ചിപ്പൂവാണ്, അത് ആര് കൊണ്ടുവരുന്നു വെച്ചു. രാമൻ അപ്പോഴും കൈവക്കി, ഞാൻ കൊണ്ടുവരും. അപ്പൊ അയാൾ പറഞ്ഞു, 2 പറ തെച്ചിപ്പൂ നമുക്ക് വേണം ഈ പരിപാടിക്ക്. അപ്പോ രാമൻ, ഞാൻ ഏറ്റൂല, അത്ര ഏൽക്കാൻ എനിക്ക് പറ്റൂല എന്നുള്ളത്. അപ്പൊ അയാൾ ഏറ്റൂല എന്ന് പറഞ്ഞവര് നല്ല രസമായി. ഏറ്റില്ല, ഞാൻ ഏൽക്കൂല എന്നാണ് അയാൾ പറഞ്ഞത്. പക്ഷെ ലേശം ഉള്ളിലുള്ളതുകൊണ്ട് ഇയാൾ ഏറ്റൂല, എനിക്ക് ഏറ്റി കൊണ്ടുവരാൻ പറ്റില്ല എന്നുള്ള രീതിയാണ് പറഞ്ഞത്. എത്രയേ ഉള്ളൂ, നമുക്ക് ഏൽക്കാൻ കഴിയാത്ത കാര്യം ദയവ് വിചാരിച്ച ഒരു കാര്യത്തിലും ഏൽക്കരുത്. കാരണം അത് നമ്മളല്ലെങ്കിൽ അടുത്ത ഒരാൾക്ക് അത് കൈമാറും, അവരത് ചെയ്തുകൊള്ളും. നമുക്ക് പിന്നെ അതിൽ നിന്നും മാറി നിൽക്കാം. വെറുതെ ഒരു മീറ്റിങ്ങിലോ ഒരു സംഘടനയിലോ ആളാകാൻ വേണ്ടി ആവശ്യമില്ലാത്തത് കയറി ഏൽക്കരുത്. അത് നമ്മുടെ വീട്ടിലൊരു കല്യാണമാണെങ്കിലും, വീട്ടിലൊരു ഫംഗ്ഷൻ ആണെങ്കിലും, നിങ്ങളുടെ കുടുംബത്തിലുള്ള ഒരു കാര്യമാണെങ്കിലും, നിങ്ങളുടെ സംഘടനയിലുള്ള ഒരു കാര്യമാണെങ്കിലും,
നിങ്ങൾ വർക്ക് ചെയ്യുന്ന സ്ഥാപനത്തിലെ കാര്യമാണെങ്കിലും ഏൽക്കാൻ നിൽക്കരുത്. നിങ്ങൾക്ക് കഴിയുമെന്ന് 100% ഉറപ്പുണ്ടെങ്കിൽ മാത്രം അത് ഏറ്റാൽ മതി. മറ്റുള്ളവരുടെ പിന്നീട് അവസാനം വെച്ച് ഈ ഒരു പരിപാടി കുളമാക്കാൻ വേണ്ടി ദയവ് ചെയ്ത് ആരും ഏൽക്കരുത്. അത് നിങ്ങളെ എന്നെന്നും നിങ്ങളൊരു കഴിവില്ലാത്തവനായി ആളുകൾ കാണും. കാരണം എന്താ വെച്ചാൽ നിങ്ങൾ ഏറ്റിട്ട് അത് ചെയ്തില്ല. വിശ്വാസവഞ്ചനയാണ്. അതുകൊണ്ട് അത് നിങ്ങൾക്ക് കഴിയില്ലെങ്കിൽ അത് ഏൽക്കാൻ നിൽക്കരുത് എന്ന് ഉറപ്പുവരുത്തുക. മറ്റൊന്നാണ് ഒരു സംഘടനയിലൊക്കെ പ്രവർത്തിക്കുന്നവർക്കും സംഘടന നേതൃത്വം ഉൾക്കൊള്ളുന്നവർക്കും ഒരിക്കലും ജീവിതത്തിൽ പാടില്ലാത്തതാണ് കൊളുത്ത്. അത് നമ്മള് നാട്ടിൽ പല സ്ഥലത്തും അതിന് പല വാക്കാണ് പറയുക. കൊളുത്തി സംസാരിക്കുക. അതായത് ഓൻ നമ്മളെ ഒരു മുമ്പ് ചിലപ്പോൾ ഒരു കാര്യം ഏറ്റുപോയിട്ട് ചെയ്യാത്തതിനാവാം. അല്ലെങ്കിൽ അവൻ നമ്മളെ പിന്നെ ഒരു മത്സരം നടന്നപ്പോൾ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിച്ചപ്പോൾ എനിക്കെതിരെ പാര വെച്ചവനാണ് അവൻ. പിന്നെ ഞാൻ പ്രസിഡന്റ് ആയല്ലോ. പ്രസിഡന്റ് ആയ പിന്നെ നമ്മൾ സംസാരിക്കുമ്പോൾ പണ്ട് ഇവർ നമ്മളെ ചെയ്ത കാര്യങ്ങളൊക്കെ അയാൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ നമ്മൾ വെറുതെ കൊളുത്തി തോണ്ടി വർത്താനം പറയും. കൊണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഞാൻ മനസ്സിലായിട്ടുണ്ടാവുന്ന വിചാരിക്കുന്നത് ഒരു കൊളുത്തിട്ട് സംസാരിക്കും നമ്മൾ. അതായത് ഈ ചെയ്ത ആൾക്ക് ഇത് നല്ലോണം കൊള്ളും. അയാളെ നെഞ്ഞിലേക്ക് കുത്തുന്ന രീതിയിൽ സംസാരിക്കും. ചിലപ്പോൾ ഓഡിയൻസിന് ചിലപ്പോൾ ഇത് അറിഞ്ഞോളണമെന്നില്ല. ഇയാളും നമ്മൾക്കും ചിലപ്പോൾ അത് മനസ്സിലാവും. അപ്പൊ നമ്മളൊരു കാര്യം പറയുമ്പോൾ പണ്ട് ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞിട്ട് അതായത് അയാൾക്ക് ഇങ്ങനെ ഓരോ താങ്ങിക്കൊണ്ട് നമ്മൾ സംസാരിക്കും. അതൊരിക്കലും സംസാരിക്കരുത്. കാരണം അയാൾ ആ ഒരു സിറ്റുവേഷനിൽ നിങ്ങൾക്ക് എതിര് നിന്ന ആളാണെങ്കിലും നിങ്ങളൊരു നേതൃത്വത്തിൽ എത്തിക്കഴിഞ്ഞാൽ നിങ്ങളെ സഹായിക്കേണ്ട ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് എൻ്റെ സുഹൃത്ത് എന്നുള്ള രീതിയിലല്ലാതെ ഒരിക്കലും മറ്റുള്ളവരെ കാരണം അതുകൊണ്ട് നിങ്ങൾക്ക് പ്രത്യേകിച്ച് ഒരു ഗുണവും ഉണ്ടാവില്ല എന്നുള്ള. പിന്നെ നമ്മൾ ഈ ഗുണകരമല്ലാത്ത കാര്യങ്ങൾ സംസാരിച്ചിട്ട് എന്താ അത് നിങ്ങളോട് കൂടുതൽ വെറുപ്പുണ്ടാക്കുകയും കൂടുതൽ പാര നിങ്ങൾക്ക് വരാനേ സാധ്യതയുള്ളൂ. അപ്പൊ അതുകൊണ്ട് ഒരിക്കലും കൊളുത്തി ഒരാളെ ചിലപ്പോൾ അയാൾ ചിലപ്പോൾ നമ്മളുടെ ഫുള്ള് നെഗറ്റീവ് ആയ ആളായിരിക്കും. പക്ഷെ ഒരിക്കലും അയാളോട് എന്ത് ചെയ്യരുത് ആ രീതിയിൽ സംസാരിക്കരുത്. മറ്റുള്ളവർക്ക് വിഷമമുണ്ടാക്കുന്ന രീതിയിൽ കൊളുത്തിട്ട് സംസാരിക്കരുത്. കാരണം അത് നമുക്ക് തന്നെ തിരിച്ചടിയായിട്ട് വരും. അത്തരം കാര്യങ്ങൾ അതൊരു നേതൃത്വത്തിലുള്ള ആളുകൾ അല്ലെങ്കിൽ സംഘടനയിൽ പ്രവർത്തിക്കുന്നത് ഏതുതരം സംഘടനയായിരിക്കോട്ടെ, മതപരമായ സംഘടനയായിക്കോട്ടെ, ഏത് സാമൂഹികപരമായ പ്രവർത്തനങ്ങളാകട്ടെ, എന്തിലും നമ്മുടെ സുഹൃത്തുക്കളെ നമ്മൾ ചില ആളുകൾ അങ്ങനെ ഉണ്ടാവും. നെഗറ്റീവിന്റെ ആളുകൾ ഉണ്ടാവും. നമ്മൾ എന്തെങ്കിലും ചെയ്യുമ്പോൾ അതിനെ എതിർക്കുന്ന ആളുകൾ ഉണ്ടാവും. എന്നിട്ട് അവർ ഏറ്റെടുക്കുന്നുണ്ടാവും. എന്നിട്ട് അവരത് കൃത്യമായി പൂർത്തിയാക്കുന്നുണ്ടാവില്ല. ഇത്തരം ആളുകളെയൊന്നും നമ്മൾ അവരുടെ പിന്നാലെ അതായത് അവരെ പിന്നീട് കുത്തിക്കൊണ്ട് അതിൽ നമുക്കൊന്നും കിട്ടാനില്ല, കൊളുത്താൻ നിൽക്കരുത് എന്ന് തന്നെ പറയുന്നു. മറ്റതാണ് സമയമായോ എന്നുള്ളത്. സമയമായോ എന്ന് ഞാൻ പറയുന്നത് നമ്മൾ ഒരാളോട് ഒരു കാര്യം പറയുമ്പോൾ അത് അതിന്റെ കൃത്യമായ സമയത്താണോ നമ്മൾ പറയുന്നതെന്ന് ശരിക്കും ആലോചിക്കണം. ഇതൊക്കെ നമ്മുടെ ജീവിത സിറ്റുവേഷനിൽ കടന്നു പോകുന്നതാണ്. നമ്മൾ അയാളെ ഉപദേശിക്കുകയാണ്. പക്ഷെ ആ ഉപദേശം ശരിയായ ഉപദേശമല്ല. നമ്മൾ അയാൾക്ക് ഒരു അഡ്വൈസ് കൊടുക്കുന്നു. പക്ഷെ അവിടെ എന്താ സംഭവിക്കുക വെച്ചാൽ നെഗറ്റീവ് ഇഫക്റ്റ് ഉണ്ടാവുക. അതിന് ഉദാഹരണം ഇനിയിപ്പോ പറയുകയാണെങ്കിൽ ഉദാഹരണം ഒരാളൊരു വീട് വെക്കുന്നു. ആ വീട് വെച്ച് അയാളുടെ ജീവിതകാലത്തെ മുഴുവൻ അധ്വാനം ഉപയോഗിച്ച് അയാളൊരു വീട് വെക്കുന്നു. അയാൾ വളരെ സന്തോഷത്തോടെ എൻ്റെ വീടിന്റെ പണിയൊക്കെ കഴിയാനായി നീ ഒന്ന് വന്ന് കണ്ടു നോക്ക് എന്നൊക്കെ പറഞ്ഞ് അയാൾ വിളിക്കുന്നു. അയാൾ വളരെ സന്തോഷത്തോടെ നിങ്ങളെ വിളിക്കുകയാണ്. വിളിച്ചു കൊണ്ടുപോയിട്ട് നിങ്ങൾ ആദ്യം നോക്കി ഈ ടൈലായിട്ടിരുന്ന ഇതൊരു രസമല്ല കേട്ടോ. ഇത് ഈ ജനലിന്റെ ഇതൊന്നും പോരാ ആകെ. കാരണം അയാൾ ടൈലിട്ട് കഴിഞ്ഞു. ഇനി അയാളെ ഒരിക്കലും ആ ടൈല് പൊളിക്കാൻ പോകുന്നില്ല. നിങ്ങൾ പറഞ്ഞു വിചാരിച്ചാൽ ആ ടൈലിന് മാറ്റം വരുത്താൻ അയാൾ ഉദ്ദേശിക്കില്ല. ടൈല് തന്നെ ഞാൻ ഉദ്ദേശിച്ചത് ഫ്ലോറിങ് ചെയ്തൊരു കാര്യം. അല്ലെങ്കിൽ അയാൾ ഒരു സീലിംഗ് ചെയ്തിട്ടുണ്ട്. ഇനി അയാൾ അതൊരിക്കലും പൊളിക്കാൻ സാധ്യതയില്ല. അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ നിങ്ങൾ എന്തിനാണ് അയാളെ പറഞ്ഞ് വിഷമിപ്പിക്കുന്നത്? അപ്പൊ അത്തരം കാര്യത്തില് നിങ്ങൾ ആലോചിക്കണം. ഇതിപ്പോ ഞാനത് പറയേണ്ട സമയമാണോ എന്ന് കൃത്യമായിട്ട് അയാളൊരു വീട് വെക്കുന്നതിന്റെ മുമ്പാണ് ഈ ചോദ്യം ചോദിച്ചാലോ നമുക്ക് പറയാം. എടാ പിന്നെ ഞാൻ വെച്ചപ്പോൾ ഇന്ന പ്രശ്നമൊക്കെ അതിനുണ്ട്. അതുകൊണ്ട് ഇന്നൊന്നും ചെയ്യരുത് എന്ന് നമുക്ക് പറയാം. പക്ഷെ അയാൾ ഉണ്ടാക്കി കഴിഞ്ഞ ഒരു കാര്യത്തിൽ ചില ആളുകളൊക്കെ ഉണ്ടാവും. മകനെന്തിനാ പഠിക്കണത്? ഓൻ എഞ്ചിനീയറിംഗ് ആണ്. എഞ്ചിനീയറിംഗ് ഏതാ? ഇവിടെ എഞ്ചിനീയർമാരൊക്കെ അതിലെ തേരാപാര നടക്കുകയാണ്. ഇപ്പൊ ഒരു കല്ല് ഇട്ടാൽ മേലോട്ടിട്ടാൽ താഴെ വീണ് ഒന്നുമില്ല എഞ്ചിനീയറുടെ തലയിലാവും, അല്ലെങ്കിൽ ഇവിടുത്തെ ബംഗാളിയുടെ തലയിലാവും എന്നാണ് നമ്മൾ പറയുക. കാരണം അത്ര എഞ്ചിനീയർമാരുണ്ട്. കാരണം അവർക്കൊന്നും ഇവിടെ ജോലിയില്ല. അവരൊക്കെ ഈ കോൾ സെന്ററുകളിൽ വർക്ക് ചെയ്യാണ്. എപ്പോഴാ അത് പറയുന്നത് അറിയോ? അയാളുടെ കുട്ടി എഞ്ചിനീയറിംഗ് ഫസ്റ്റ് ക്ലാസ്സോടെയൊക്കെ പാസ്സായി വന്ന സന്തോഷം നിങ്ങളോട് ഷെയർ ചെയ്യുമ്പോഴാണ്. നിങ്ങൾ പറയേണ്ട സമയം അതാണോ? അല്ല. നിങ്ങൾ പറയേണ്ട സമയം അത് എപ്പോഴായിരുന്നു? അയാള് നിങ്ങളോട് ചോദിച്ചിരുന്നെങ്കിൽ, അയാളുടെ കുട്ടി എഞ്ചിനീയറിംഗിനാണ് പോകുന്നു എന്ന് പറഞ്ഞ സമയത്ത് ഇതിന് ഇത്രേ സ്കോപ്പ് ഉള്ളൂ, അതുകൊണ്ട് അവനെ ഇന്ന വഴിയിലേക്ക് തിരിച്ചുവിടണാവും നല്ലത് എന്ന് പറയാം. അതല്ലാതെ അയാളെല്ലാം സെറ്റ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഇത്തരം
ഉപദേശങ്ങൾ കൊടുക്കരുത്. അതിനുള്ള സമയം അതല്ല. അതുകൊണ്ട് എന്ത് പറയുമ്പോഴും ആ സമയമായോ, അതിനുള്ള സമയമാണോ ഞാനിത് പറയുന്നത് എന്ന് നോക്കി സംസാരിക്കണം. മറ്റൊന്നാണ് ഉപദേശിക്കല്. നമുക്ക് ഉപദേശിക്കാൻ ചെലവില്ലാത്തത് കൊണ്ടും അതിന് നമ്മുടെ കയ്യിൽ വലിയ ഇഷ്ടം പോലെ സ്റ്റോക്ക് ഉള്ളത് കൊണ്ടും നമ്മൾ ഉപദേശിക്കും. എല്ലാവരെയും ഉപദേശിക്കും. നമ്മളൊരു ഉപദേശിയായി മാറും എപ്പോഴും. നമ്മളെ കുട്ടികളോട് പറയും, എൻ്റെ കുട്ടിക്കാലത്ത് ഞാൻ എന്തൊക്കെയായിരുന്നു. ഞങ്ങൾ ഇത്ര കിലോമീറ്റർ നടന്നാണ് സ്കൂളിൽ പോയിരുന്നത്. എപ്പോഴോ അവന് ടൂറ് പോകാൻ ഒരു 1000 രൂപ ചോദിക്കുമ്പോഴാണ് ഈ ഉപദേശം. ഞങ്ങളൊന്നും എവിടെയും പോയിട്ടില്ല. ഞാൻ ആദ്യമായിട്ട് പിന്നെ പെരിന്തൽമണ്ണ അല്ലെങ്കിൽ നമ്മളെ തൊട്ടടുത്ത ടൗണ് കാണുന്നത് ഇന്റെ എത്രാമത്തെ വയസ്സിലാണ് എന്നൊക്കെ പറഞ്ഞ് നമ്മളിങ്ങനെ ഉപദേശം തള്ളും. ഒരു ഗുണമല്ല. അത് ഈ ഉപദേശം കൊണ്ട് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. അതുകൊണ്ട് അവരുടെ ഗുണത്തിനാണ് നിങ്ങൾ ഉപദേശിച്ചെങ്കിൽ പോലും ആ അത്ര ഉപദേശങ്ങൾ നല്ലതല്ല. അതേ സമയത്ത് നമുക്കത് വേറെ രീതിയിൽ ട്വിസ്റ്റ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അതാണ് നല്ലത്. ഒരു കുട്ടീനെ നമ്മളിപ്പോ ഒരു ഞാൻ അധ്യാപകനായതുകൊണ്ടാണ് ആ മേത് ഒരു കുട്ടി ഒരു കാര്യം തെറ്റായി വന്ന് ഒരു എഴുതി കൊണ്ടുവന്നു. നമുക്കറിയാം അത് അതിന്റെ നിലവാരത്തിൽ എത്തിയിട്ടില്ലെങ്കിൽ, നീ ഒന്നും കൂടി നന്നാക്കി ഇതൊന്നും ഇങ്ങനെ ആക്കിയിരുന്നെങ്കിൽ നന്നായേനെ എന്ന് എന്ന് പറയാൻ നമുക്ക്, അതായത് ഉപദേശിക്കാതെ അതിൻ്റെക്ക് തിരിച്ചുവിടാൻ കഴിയണം. അപ്പൊ നിങ്ങളോട് കുട്ടി ചോദിച്ചാൽ നിങ്ങളുടെ സാമ്പത്തികം പറയണം. നിങ്ങൾക്ക് അതിലാണ് പ്രയാസമെങ്കിൽ അത് പറയണം. എൻ്റെ കയ്യിലിപ്പോ അതിലുള്ള പൈസ ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ തരാത്തത് എന്ന്. അത് ആ കുട്ടിക്ക് മനസ്സിലാവും. ചിലപ്പോൾ എൻ്റെ അച്ഛനും അമ്മയും കടന്നു പോകുന്ന രംഗങ്ങളൊക്കെ അവർക്ക് മനസ്സിലാവും. ഞാനൊരു ഉദാഹരണം പറഞ്ഞു എന്നുള്ളൂ. ടൂറ് നിങ്ങളുടെ ജീവിത സിറ്റുവേഷനിൽ നിങ്ങൾ കടന്നു പോകുന്ന, അല്ലെങ്കിൽ നിങ്ങളുടെ മകൻ ചിലപ്പോൾ ബൈക്കായിരിക്കും ചോദിച്ചിട്ടുണ്ടാവുക, അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിലെ ഭാര്യ വേറെന്തെങ്കിലും കാര്യമായിട്ടും ചോദിച്ചിട്ടുണ്ടാവുക. പക്ഷെ അവിടെ പിന്നെ ഉപദേശിക്കാൻ നിൽക്കരുത്. കാരണം അവർ അത്രയും ആഗ്രഹിച്ചിട്ടാണ് ആ സാധനം ചോദിക്കുന്നത്. അതുകൊണ്ട് നിങ്ങളെ സിറ്റുവേഷൻ ആണ് പറയേണ്ടത്. ഇത് നിങ്ങൾ ധരിക്കുന്നതിൽ നീ ടൂറിന് പോകണം, എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട്. നിന്റെ എല്ലാ കൂട്ടുകാരും പോകുമ്പോൾ ഞാൻ എങ്ങനെങ്കിലും ഒരു പൈസ കിട്ടുമെങ്കിൽ ഞാനത് തരും. എന്നാൽ തരാൻ എനിക്ക് എൻ്റെ കയ്യിൽ, നമ്മൾ കണ്ടോ നമുക്ക് കഴിഞ്ഞ മാസം ഇങ്ങനെയാണ് സംഭവിച്ചത്. അതുകൊണ്ടാണ് എനിക്ക് തരാൻ പറ്റാത്തത് എന്ന് മനസ്സിലാവുമ്പോൾ ആ കുട്ടിക്ക് നിങ്ങളോട് സ്നേഹമേ ഉണ്ടാവുള്ളൂ. ഒരു ദേഷ്യമുണ്ട്. അതേ സമയത്ത് നിങ്ങളുടെ കുട്ടിക്കാലത്ത് നിങ്ങൾ പോവാത്ത കാര്യങ്ങളൊക്കെ അന്നത്തെ സിറ്റുവേഷൻ ഇന്നത്തെ സിറ്റുവേഷനും അതല്ല. അന്ന് നമ്മളൊക്കെല്ലാം പുസ്തകമില്ലാതെ പഠിച്ചവരുണ്ട്. എനിക്കൊന്നും, ഞാൻ എസ്-എൽ-സി കഴിയുന്നത് വരെ പിന്നെ എനിക്ക് കൃത്യമായ ടെക്സ്റ്റ് ബുക്കില്ല. അത് ഞാൻ എൻ്റെ മകനോട് പറയാൻ കുത്തുന്നത്. കാരണം എൻ്റെ മകൻ ജനിച്ചത് അവൻ്റെ സൗകര്യങ്ങളിലേക്കാണ്. അവൻ എൻ്റെ ഒരു കമ്പ്യൂട്ടർ ഞാൻ ആദ്യമായി, നമ്മളെ വലിയ കമ്പ്യൂട്ടർ ഞാൻ അതുമെന്ന് തൊടുന്നത് ബി.എഡിന് പഠിക്കുമ്പോഴാണ്. ഏകദേശം എൻ്റെ മകൻ ജനിച്ചത് തന്നെ കമ്പ്യൂട്ടർമേക്കാണ്. കാരണം എൻ്റെ കയ്യിൽ അതുണ്ട്. അതുകൊണ്ട് അവനത് ചെയ്യാം. മൊബൈൽ ഫോൺ എപ്പോഴാണ് നമ്മൾ കണ്ടത്? ഇപ്പൊ നമ്മുടെ കുട്ടികളെ ജനിച്ച ഉടനെ തന്നെ ഗൾഫിലുള്ള വാപ്പാനെ കാണിച്ചു കൊടുക്കുന്നത് ഈ മൊബൈൽ ഫോണിൽ കൂടിയാണ്. രണ്ടും സിറ്റുവേഷനാണ്. അപ്പൊ അതിന് നമ്മൾ ഉപദേശിക്കാൻ നിന്നിട്ട് കാര്യമില്ല. അവരെ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തുക എന്നുള്ളതാണ്. ഉപദേശം ഒന്നിനും ഒരു പരിഹാരമല്ല. ഉപദേശിച്ചുകൊണ്ട് ആരും നന്നാവാനും പോകുന്നില്ല. മറ്റൊന്ന് ഇതെല്ലാവർക്കും അറിയാവുന്നതാണ്. അതുകൊണ്ട് അതിൽ കൂടുതൽ ഞാൻ സംസാരിക്കില്ല. സംസാരിക്കുമ്പോൾ എപ്പോഴും ഒരു മാന്യത നമ്മൾ പുലർത്തണം. നമ്മൾ ആരോടാണ് പറയേണ്ടത് അതിൽ ആ ഒരു മാന്യത, നമ്മുടെ ആ സ്ഥാനത്തിരിക്കുമ്പോൾ ചില ആളുകൾ നമ്മളെ പ്രകോപിപ്പിച്ചുകൊണ്ടിരിക്കും. പ്രത്യേകിച്ചും നിങ്ങളെ പോലെ ലീഡർമാരായി നിൽക്കുന്ന ആളുകൾക്ക് അത് മനസ്സിലാവും. കാരണം ഇതിൽ എതിരുള്ള ആളുകൾ നമ്മളെ വെറുതെ തോണ്ടിക്കൊണ്ടിരിക്കും. അതായത് നമ്മളെ പ്രകോപിപ്പിക്കുന്നു. പല ആളുകൾ നോക്കുകൊണ്ട് ഈ ഫോണിൽ കൂടെ ഒക്കെ പിന്നെ ഇപ്പോൾ പലരും സോഷ്യൽ മീഡിയയിൽ കൂടി ചിലവരുടെ സംഭാഷണമൊക്കെ വിടുന്ന കണ്ടിട്ടില്ലേ നിങ്ങൾ? ആദ്യം അവരെ പ്രകോപിപ്പിക്കുകയാണ്. എന്നിട്ട് അവരെ കൊണ്ട് അങ്ങനെ പറഞ്ഞ് നിർബന്ധിപ്പിക്കുകയാണ്. എന്നിട്ട് അത് റെക്കോർഡ് ചെയ്ത് സോഷ്യൽ മീഡിയയിൽ കൂടി വിടുകയാണ്. കാരണം അയാൾ പലവട്ടം അല്ല അങ്ങനെയല്ല ഇങ്ങനെയല്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടാവും. അതൊന്നും റെക്കോർഡ് ചെയ്യില്ല. റെക്കോർഡ് ചെയ്താലോ തൊട്ട് ഇടുകയുമില്ല. പകരം എന്ത് ചെയ്യും? നമ്മളങ്ങോട്ട് എന്താ പറയാ, അങ്ങേയറ്റം ഇറിറ്റേറ്റ് ചെയ്ത് നമ്മളെ കൊണ്ട് ആ വേണ്ടാത്ത വാക്ക് ഇവരിങ്ങ് പറയും. അപ്പോഴൊന്നും നമ്മളത് മനസ്സിലാക്കണം. ഇവര് നമുക്കിട്ട് എന്തോ തരാനാണ് എന്നുള്ള മനസ്സിലാക്കി ആ മാന്യത കൈവിടാതെ സംസാരിക്കാൻ, പ്രത്യേകിച്ചും നേതൃത്വത്തിൽ നിൽക്കുന്ന നിങ്ങളെ പോലെയുള്ള ആളുകൾക്ക് ഏതെങ്കിലും, കാരണം അത്രയുള്ള പല ആളുകളെയും നിങ്ങൾ കൈകാര്യം ചെയ്യേണ്ടി വരും എന്നുള്ളത് കൊണ്ട് മാന്യത വിട്ട് ഒരു വാക്ക് പോലും നമുക്ക് അറിയണം. ഇപ്പൊ അവനോട് പറയേണ്ടത് അവന്റെ വീട്ടിലുള്ളവരെയാണെന്ന് നമുക്ക് അറിയാമെങ്കിൽ പോലും വാ തുറക്കരുത്. കാരണം അതാണ് അവർ ഹൈലൈറ്റ് ചെയ്യുക. അവൻ എന്നോട് അങ്ങനെ പറഞ്ഞു എന്ന് തന്നെയാണ് ഹൈലൈറ്റ് ചെയ്യുക. കാരണം നമ്മൾ സഹികെട്ടായിരിക്കും ഇത് പറയുന്നത്. പക്ഷേ പറയരുത്. മാന്യത കൈവിട്ട്, ഞാനൊരു ഉദാഹരണം പറഞ്ഞതേ ഉള്ളൂ. മാന്യത കൈവിട്ട് ഒരു വാക്ക് പോലും നിങ്ങളുടെ ഭാഗത്തുനിന്ന് വരരുത്. മറ്റൊന്നാണ് യോഗ്യത. നിങ്ങൾ മറ്റുള്ളവരോട് പറയുമ്പോൾ അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾക്ക് അതിന് യോഗ്യത ഉണ്ടോ എന്ന് ചിന്തിക്കണം. ചില ആളുകളുണ്ടെങ്കിൽ എല്ലാം നമ്മൾ കൃത്യസമയത്ത് എല്ലാവരും എത്തണം കേട്ടോ എന്ന് പറയും. ഇയാൾ വരുന്നത് 10 മിനിറ്റോ 15 മിനിറ്റോ അരമണിക്കൂറോ കഴിഞ്ഞിട്ടായിരിക്കും. പറയാൻ നിൽക്കരുത്. നമുക്ക്, കാരണം അതോടുകൂടെ നിങ്ങളെ വില പോയി.
കാരണം ഇവൻ ഈ തള്ളുള്ളൂ, ഈ പറച്ചിലുള്ളൂ, ഓൻ തന്നെ വരിക എപ്പോഴാ, നിങ്ങൾ വരുമ്പോ നിങ്ങളെ നേരെ മറ്റവരൊക്കെ പറഞ്ഞു, അവരൊക്കെ റെഡിയായി നിൽക്കുക, നിങ്ങൾ വന്നിട്ടില്ല, പറഞ്ഞാൽ വന്നിട്ടില്ല. എന്നിട്ട് ഇവരടക്കം പറയുക എന്താണ്, ഓൻ നമ്മള് പോയി ഇത്ര മണിക്ക് വരാൻ പറഞ്ഞ, 5:30 വരാൻ പറഞ്ഞാണ്, മൂപ്പരുണ്ടാവും 6 മണിക്ക് പതുക്കെ കയറി വരുന്നു. കാരണം പിന്നീട് നിങ്ങൾ പറയുമ്പോൾ നിങ്ങൾ ആ വാക്കിന് യാതൊരു വിശ്വാസ്യതയും അവർ കൽപ്പിക്കില്ല. അതുകൊണ്ട് തന്നെ പിന്നെ ഒരിക്കലും നമുക്ക് പിന്നെ പറയാൻ നിൽക്കരുത്. ആ പറയേണ്ട മുമ്പ് ഞാൻ അതിന് റെഡിയാണോ എന്ന് ചിന്തിച്ചിട്ട് പറഞ്ഞാൽ മതി. അതായത് നമ്മുടെ വിശുദ്ധ ഖുർആനിൽ ഒരു വചനമുണ്ട്. നിങ്ങൾ ചെയ്യാത്തത് നിങ്ങൾ എന്തിന് പറയുന്നു? നിങ്ങൾ ചെയ്യാത്തത് നിങ്ങൾ പറയുക എന്നുള്ളത് ദൈവത്തിന്റെ അടുത്ത് ഏറ്റവും കോപമുള്ള കാര്യമാണ് എന്നാണ്. അതായത് ദൈവത്തിന് പോലും ഇഷ്ടമല്ലാത്ത കാര്യമാണ്. നിങ്ങൾക്കൊരു കാര്യം ചെയ്യാൻ കഴിയുമെങ്കിലേ മറ്റുള്ളവരെ ഉപദേശിക്കാവൂ. അല്ലാതെ കാര്യം പറയരുത് എന്ന് തന്നെയാണ് അതിന്റെ ഉദ്ദേശം. അത്തരം ഉപദേശങ്ങൾ കൊണ്ട് ഒരു കാര്യവുമില്ല. ഞാൻ ബുദ്ധന്റെ ഒരു വാക്കുകൾ പറഞ്ഞുകൊണ്ട് ഇത് അവസാനിപ്പിക്കുകയാണ്. നിങ്ങൾ ഈ വാക്കുകളിൽ നിന്ന് തന്നെ നമുക്കത് മനസ്സിലാകും. നമ്മളൊരു ഒരാളോട് ഒരു കാര്യം പറയുമ്പോൾ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കണമെന്നും, ഇതിൽ ആ ശ്രദ്ധയിൽ നമുക്ക് പറയുന്ന ഒരു കുഴപ്പം നമ്മളോടുള്ള സ്നേഹം അവർക്ക് ഇല്ലാതാവുമെന്നും, അതുകൊണ്ട് തന്നെ വളരെ നന്നായ രീതിയിൽ, ആ നല്ല രീതിയിൽ സംസാരിക്കുന്നത് മറ്റുള്ളവർക്ക് കൂടുതൽ സുഹൃത്തുക്കളും ബന്ധങ്ങളും നേതൃത്വത്തിലേക്ക് നമ്മളെ കൊണ്ടുവരാൻ മറ്റുള്ളവർ തന്നെ ശ്രമിക്കുകയും ചെയ്യും. എന്നാൽ നമ്മൾ ഈ പറഞ്ഞ നെഗറ്റീവിലൂടെ നമ്മൾ കടന്നുപോയാൽ നമുക്ക് ആളുകൾക്കും വെറുപ്പുള്ള ഒരു വ്യക്തിയായി, അല്ലെങ്കിൽ ആ ഒരു നേതൃത്വത്തിന് പറ്റാത്ത വ്യക്തിയായി മറ്റുള്ളവർ നമ്മളെ കണക്കാക്കുകയും ചെയ്തു. ഇവിടെ ബുദ്ധ പറയുന്നു, ബിഫോർ യു സ്പീക്ക് ലെറ്റ്സ് യുവർ വേർഡ്സ് പാസ് ത്രൂ 3 gates. നിങ്ങൾ ഒരാളോട് ഒരു കാര്യം പറയുന്നതിന് മുമ്പായി അത് 3 വട്ടം പരിശോധിക്കണം. അതായത് 3 ഗേറ്റിലൂടെ കടത്തി വിടണം. അതായത് 3 ഘട്ടം നിങ്ങൾ ചിന്തിക്കണം. ഈസ് ഇറ്റ് ട്രൂ? ഇത് സത്യമാണോ? ഈസ് ഇറ്റ് നെസസറി? ഇത് ഞാൻ ഇവിടെ പറയേണ്ടതുണ്ടോ? ഈസ് ഇറ്റ് കൈൻഡ്? ഇതുകൊണ്ട് മറ്റുള്ളവർക്ക് ഗുണം, അല്ലെങ്കിൽ ദയ, അല്ലെങ്കിൽ കരുണ ഇതൊക്കെ ഉണ്ടാവുമോ? ഉണ്ടാവില്ലെങ്കിൽ പറയാൻ നിൽക്കരുത്. ആണ് ബുദ്ധയുടെ വാക്കുകൾ. ബിഫോർ യു സ്പീക്ക് ലെറ്റ് യുവർ വേർഡ്സ് പാസ് ത്രൂ 3 gates. ഈസ് ഇറ്റ് ട്രൂ? ഈസ് ഇറ്റ് നെസസറി? ഈസ് ഇറ്റ് കൈൻഡ്? താങ്ക് യു ഓൾ. താങ്ക് യു വെരി മച്ച്. ഓക്കെ അസീസ്, അപ്പോ സാർ ഇത് ടോപ്പിക് ഞങ്ങൾ കണ്ടപ്പോൾ തന്നെ സാറ് വിചാരിച്ചു സാർ എന്ത് പറയും എന്നുള്ള ടോപ്പിക്കിനെ കുറിച്ച്, ബട്ട് എന്ത് പറയുന്നതിനെ കുറിച്ച് ഇത്രയും തോനെ പറയാനുണ്ടായിരിക്കുന്ന ഒട്ടും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. സാറ് പറഞ്ഞ ഓരോ വേർഡ്സും നമ്മുടെ എല്ലാവരുടെ ലൈഫിലൂടെ, ഈവൻ എന്റെ ലൈഫിലൂടെ ഒട്ടനവധി തവണ കടന്നു പോയിട്ടുണ്ട്. എനിവേ ഒരുപാട് സന്തോഷം, ഒരുപാട് നല്ല സെഷൻസ് ആയിരുന്നു സർ. എനിവേ നമ്മുടെ ടീം മെമ്പേഴ്സിന്റെ ഫീഡ്ബാക്കോ ഡൗട്ട്സ് കാര്യം ക്ലിയർ ചെയ്യുന്ന ടൈമാണ്. അപ്പോ ആരെങ്കിലും ഒന്ന് അൺമ്യൂട്ട് ചെയ്ത് സംസാരിക്കാവോ? നമുക്ക് കുറഞ്ഞ ടൈമേ ഉള്ളൂ, അപ്പൊ പെട്ടെന്ന് അൺമ്യൂട്ട് ചെയ്യാം കേട്ടോ. ഹായ് മാജിക് മോർണിംഗ്. പറഞ്ഞോളൂ. കേൾക്കാണ്ടോ മോളെ? കേൾക്കാം കേട്ടോ, പറഞ്ഞോളൂ. എന്ത് പറയും എന്നുള്ള പോസ്റ്റർ ആദ്യം തന്നെ കണ്ടപ്പോ ഞാൻ ചിന്തിച്ചത് അതിനോടനുബന്ധിച്ച് എന്തെങ്കിലും ഒരു ക്ലാസ് ആവും തന്നെ. പക്ഷെ അതിനേക്കാളൊക്കെ ഉപരിയായി പോയി. കാരണം നമ്മള് നിത്യേന ഉപയോഗിക്കുന്ന കുറെ വാക്കുകളാണ്. പക്ഷെ ആ വാക്കുകള് ഇത്രത്തോളം ഇമ്പോർട്ടൻസ് അതിനുണ്ട് എന്നുള്ളത് ഇപ്പൊ ഇന്ന് സാറിന്റെ ക്ലാസ്സിലൂടെയാണ് മനസ്സിലായത്. സാർ ആ വാക്ക് ഇപ്പൊ എന്തായാലും നമ്മളെ റെക്കോർഡല്ലേ വീഡിയോ മോളെ? റെക്കോർഡ് അവൈലബിൾ ആയിരിക്കും. അപ്പൊ ക്ലാസ് കിട്ടുമല്ലോ. അപ്പൊ നല്ല നല്ല ക്ലാസ് ആയിരുന്നു സാറേ. സാർ ഓരോന്ന് പറയുമ്പോഴും സത്യം പറഞ്ഞ ഉള്ളിൽ കുറച്ച് ചിരി വരുന്നുണ്ടായിരുന്നു. കാരണം നമ്മൾ ആലോചിക്കാതെ പറയണ കുറെ കാര്യങ്ങൾ അതൊക്കെ. ഇപ്പൊ അതിലെ കൊളുത്ത് എന്നൊക്കെ പറയണത് ശരിയാണ്. മറ്റുള്ളവരെ കൊള്ളിച്ചുകൊണ്ടുള്ള സംസാരം. ചിലപ്പോ നമ്മളെ മുന്നിൽ ഇരിക്കുന്നുണ്ടെങ്കിലും നമ്മൾ പറയുമ്പോ അത് ഓന് മനസ്സിലാവണം എന്ന് കരുതിക്കൊണ്ട് തന്നെ പറയും ചിലര് കൊള്ളിച്ചിട്ട്. അതൊക്കെ നല്ല നല്ല പോയിന്റുകളാട്ടോ പറഞ്ഞു സാർ. എന്തായാലും നല്ല ക്ലാസ് ആയിരുന്നു സാറേ. ഓക്കെ, താങ്ക് യു സോ മച്ച്. താങ്ക് യു. ഓക്കെ സിന്ധു മാം, താങ്ക് യു സോ മച്ച്. നെക്സ്റ്റ് ആണ് സംസാരിക്കുന്നേ സുബ്രഹ്മണ്യൻ സർ. ജസ്റ്റ് ഒന്ന് വീഡിയോ ഓൺ ചെയ്തിട്ടുണ്ടായിരുന്നു. കേൾക്കുന്നുണ്ടോ? ഓക്കെ കേൾക്കാം സർ. സാർ വളരെ എക്സലന്റ് ക്ലാസ് ആയിരുന്നു. കാരണം ഒരു സെൽഫ് ഇംപ്രൂവ്മെന്റ് ഒരു ബുക്ക് വായിച്ച ഒരു ഫീലിംഗ്, ഒരു 100 ചാപ്റ്ററുള്ള ഒരു ബുക്ക് വായിച്ച ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ലൈഫിൽ ഇംപ്ലിമെന്റ് ചെയ്യുകയാണെങ്കിൽ നല്ലൊരു സെൽഫ് ചേഞ്ചും നല്ലൊരു ലീഡർഷിപ്പ് ക്വാളിറ്റിയും കിട്ടും. എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട്. വളരെ നല്ലൊരു ക്ലാസ്. താങ്ക് യു സോ മച്ച്. താങ്ക് യു ഓൾ. ഓക്കെ, താങ്ക് യു നോഫൽ സർ. സുബ്രഹ്മണ്യൻ സർ ലീവ് ചെയ്തിട്ടുണ്ടോ?
സാർ ജസ്റ്റ് ഒന്ന് വീഡിയോ ഓൺ ചെയ്ത് വന്നിട്ടുണ്ടായിരുന്നു. ഓക്കെ, എനിവേ നെക്സ്റ്റ് ആരും സംസാരിക്കുന്നേ? ആരെങ്കിലും എന്തെങ്കിലും ഡൗട്ട്സ് ക്ലിയർ ചെയ്യാനല്ലെങ്കിൽ നിങ്ങളുടെ ഫീഡ്ബാക്കോ പറയാനുള്ള ടൈമാണ്. ഓക്കെ, ഹലോ മണി സർ. ഹലോ പ്രീത മാം പറഞ്ഞോളൂ. ഗുഡ് മോർണിംഗ് ഓൾ. സാറേ, വളരെ നല്ലൊരു ക്ലാസ്. സിന്ധു ചേച്ചി പറഞ്ഞ പോലെ നമുക്ക് സ്ഥിരമായിട്ട് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന വാക്കുകളാണ്. അത് നമ്മൾ പറയുന്ന പോലെ ഇത്രയും ഇമ്പോർട്ടന്റ് ആ ഒരു വാക്കുകൾക്ക് ഉണ്ട് എന്നുള്ളത് സാറിന്റെ ക്ലാസ് കേട്ടപ്പോൾ മനസ്സിലായി. സത്യം പറഞ്ഞാൽ എനിക്കും അത് ഭയങ്കരമായി ചിരി വന്നു. നമ്മുടെ നാട്ടിൽ പ്രത്യേകിച്ച് ഈ നാട്ടുമ്പുറങ്ങളിൽ കണ്ടുവരുന്ന ഒരു കാര്യമാണ്. ഇപ്പൊ പ്രസിഡന്റിന്റെ കാര്യം പറഞ്ഞതൊക്കെ വളരെ കറക്റ്റ് ആണ്. അതുപോലെ ചെറിയ കുട്ടികൾ, അത് എനിക്ക് വളരെ ഇഷ്ടമായി. കാരണം ഞാനൊരു പ്രീ പ്രൈമറി ടീച്ചർ ആയതുകൊണ്ട് തന്നെ ആ കുട്ടികളെ നമ്മൾ ഒരുക്കി നിർത്തി അവരുടെ ലിപ്സ്റ്റിക് ഒക്കെ ഇട്ട് അവരെ ഒന്ന് അടക്കിയിരുത്താൻ പാടുപെടവും. ആ സമയത്താണ് പ്രസിഡന്റിന്റെ ഈ വക പ്രസംഗവും കാര്യങ്ങളും. അവർക്ക് എന്ത് കാര്യങ്ങളാണ് ലഹരി പറഞ്ഞ പോലെ, സാറ് പറഞ്ഞ പോലെ ഒന്നുമില്ല. അവർക്ക് ആ ഒരു ലോകല്ലേ, അവർക്ക് വേഗം കയറി കളിക്കണം, സമ്മാനം കിട്ടണം, അത്രയാണ്. വളരെ നല്ലൊരു ക്ലാസ് ആണ് സാറേ, വളരെ അധികം ഇഷ്ടപ്പെട്ടു. താങ്ക് യു സോ മച്ച്. ഓക്കെ, താങ്ക് യു മാം. മണി സർ. ഗുഡ് മോർണിംഗ് സർ. അസീസ് സാർ, നല്ലൊരു ക്ലാസ് ആയിരുന്നു. മറ്റുള്ളവർക്ക് വിഷമം വരാതെ നമ്മൾ എങ്ങനെ പെരുമാറണം എന്നുള്ളത് വളരെ ക്ലിയർ ആയിട്ട് നാടൻ ഭാഷയിൽ അതന്നെ കുറച്ച് നർമ്മം ചേർത്തിട്ട് വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഓരോ കാര്യങ്ങളും സാറ് നർമ്മം പൊതിഞ്ഞിട്ട് തന്നെ പറഞ്ഞു തന്നിട്ടുണ്ട്. നോ പറയേണ്ട സ്ഥലത്ത് നോ പറയേണ്ടി വരും. അതുപോലെ തന്നെ നമ്മൾ മറ്റുള്ള എന്ത് കാര്യം ചെയ്യും, മറ്റുള്ള നമുക്ക് എന്താണോ ചെയ്യാൻ പറ്റാന്ന് വ്യക്തമായിട്ട് നമ്മൾ അറിയണം. നമുക്ക് ചെയ്യാൻ പറ്റാത്തത് നമ്മൾ മറ്റുള്ളവരെ കൊണ്ട് ചെയ്യിക്കാൻ നോക്കരുത് എന്നുള്ള. അപ്പോൾ എവിടെയൊക്കെയാണ് എങ്ങനെയൊക്കെ നമ്മൾ പെരുമാറേണ്ടത്, നമ്മളൊരു നല്ല വ്യക്തിയായി മാറാനും മറ്റുള്ളവർക്കൊരു മാതൃകയാകാനും വേണ്ട രീതിയിലുള്ള നല്ല നല്ല കാര്യങ്ങൾ ഒരു നാടൻ ഭാഷയിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. വളരെ മനോഹരമായിട്ട് തന്നെ അവതരിപ്പിച്ചിട്ടുണ്ട്. താങ്ക് യു വെരി മച്ച്. നല്ല ഉപകാരപ്പെട്ട ക്ലാസ് ആയിരുന്നു സാർ. ഓക്കെ മണി സർ, താങ്ക് യു സോ മച്ച്. ഓക്കെ അസീസ്, എല്ലാവരും പറഞ്ഞ പോലെ എല്ലാവർക്കും ഒരുപാട് ഹെൽപ്ഫുൾ ആയിട്ടുണ്ട്. ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റിയിട്ടുണ്ട്. ഇനി ഇതുപോലത്തെ വെറൈറ്റി ടോപ്പിക്സുമായിട്ട് സാറിന്റെ സെഷൻസ് ഞങ്ങൾ ബി മാജിക്കിൽ വീണ്ടും പ്രതീക്ഷിക്കുന്നുണ്ട്. എനിവേ താങ്ക് യു സോ മച്ച് സർ. നമുക്ക് സെഷൻ വൈൻഡ് അപ്പ് ചെയ്യാം. ഓക്കെ, എനിവേ താങ്ക് യു സോ മച്ച് ടു ആൻഡ് ഹാവ് എ നൈസ് ഡേ. ഓക്കെ, താങ്ക് യു സർ. താങ്ക് യു അസീസ് സാർ. താങ്ക് യു ഓൾ. താങ്ക് യു സർ. താങ്ക് യു ഗോപിക. താങ്ക് യു. Thank you, sir. Thank you all.